അസ്സലാമലൈക്കും, നമസ്കാരം. നമ്മുടെ സാധാരണക്കാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതിമനോഹരമായി നിർമ്മിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. വെറും 4 സെന്റ് സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമോട് കൂടി ഒരു കിടിലം വീട്. നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് മങ്ങാട് പത്തമ്പാടുള്ള അബു ഷാക്കിറ ദമ്പതികളുടെ വീടാണ് കേട്ടോ. ഈ മനോഹരമായ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ട നിങ്ങൾക്ക്. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ആദ്യം വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് കണ്ടുനോക്കല്ലേ. പുറമേ നിന്ന് നോക്കുമ്പോഴേ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ തീമിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒത്തിരി ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള വലിയ വീടുകളെക്കാളും എന്നെ സംബന്ധിച്ച് എനിക്ക് കാണാൻ ഇഷ്ടം ഇതുപോലെ ഒതുങ്ങിയ ഡിസൈനിൽ വരുന്ന കുഞ്ഞു വീടുകളാട്ടോ. ഇതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. എക്സ്റ്റീരിയർ ഒക്കെ അത്രയും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഏതൊരു സാധാരണക്കാരനും പറ്റുന്ന രീതിക്കാണ് ഇന്റീരിയറും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഷോവാൾസ് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ബ്രൗൺ ഷെയ്ഡിലാട്ടോ പെയിന്റിങ്. ഈ ഒരു വോളായിട്ട് ഒരു പ്ലാസ്റ്ററിങ് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു വിൻഡോനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട്. അവിടെ താഴെയായിട്ട് ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു ബാൽക്കണി സെറ്റപ്പ് വരുന്നുണ്ട് കേട്ടോ. അതും എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെ എൻഡിലായിട്ട് കൊടുത്ത ആ ഒരു റെയിലിംഗ് ആയാലും ആ ഒരു റൗണ്ട് ഡിസൈൻ ആയാലും കൂടാതെ അവിടെ പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തതുകൊണ്ട് നൈറ്റ് വ്യൂ വന്നിട്ടും വേറെ ലെവൽ തന്നെയാണ് കേട്ടാ. വീടിന്റെ ഈ ഒരു ഫ്രണ്ട് എലിവേഷനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ നീളത്തിൽ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പിലായിട്ടും സിറ്റ് ഔട്ടിന്റെ ബോർഡറിലായിട്ടും ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ സ്റ്റെപ്പിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് ഒരു പ്ലാൻ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് ഇതേ സ്റ്റോൺസും ബബിൾസും നല്ല അടിപൊളിയായിട്ട് ഒരു പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോർ മൊത്തത്തിൽ മാർബണൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വുഡിന്റെ 3 സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10,000 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. നമുക്ക് ഹാളിൽ നിന്ന് പുറത്തേക്ക് കാണാവുന്ന തരത്തിൽ ഇവിടെ വോളിലായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. അതിന്റെ 2 വശത്തായിട്ടും മുകളിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ മഹാഗണി വുഡിൽ തേക്കിന്റെ ഡിസൈനിൽ വരുന്ന ഡബിൾ ഡോർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോറിലെ മെയിൻ ഹൈലൈറ്റ് ആ 2 ബ്ലാക്ക് ഹാൻഡിൽസ് ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വീടിന്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിയല്ലേ. കയറി വരുമ്പോഴേ നമ്മൾ ആദ്യം എത്തുന്നത് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടത്തെ ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിലാണ് നമ്മുടെ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ നല്ല കംഫർട്ട് ആയിട്ടുള്ള സോഫ തന്നെയാണ് കേട്ടോ. ഏകദേശം 34,000 രൂപയാണ് കേട്ടോ ഇതിനായിട്ടുള്ളത്. നടുക്കായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ടീ ടേബിൾ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാക്ക് വോളിലെ വിൻഡോസിലായിട്ട് നോക്കി നമ്മൾ പൊതുവേ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഫാബ്രിക്കിൽ വരുന്ന സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കളർ തീമിനോട് തികച്ചും മാച്ച് ആണ്. ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മുടെ സോഫയുടെ കോർണറിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇവിടുത്തെ ഷോ വാളിലേക്ക് വരുമ്പോൾ ഇതാണ് കേട്ടോ ഈ ഹോളിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇവിടെ വോളിലായിട്ട് ലിക്വിഡ് വാൾപേപ്പർ ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. ആ വോളിലായിട്ട് ഒരു വോൾ ലൈറ്റ് കാണാം. കൂടാതെ സീലിംഗിലേക്ക് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് LED ലൈറ്റ് ആണ്. നമ്മൾ കയറി വരുമ്പോഴേ ഫോയറിന്റെ ഭാഗത്ത് സീലിംഗിലായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ സ്റ്റെയർ വരുന്നത്. അവിടെ ആയിട്ട് തന്നെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മുടെ വാഷ് ഏരിയ ഒന്ന് നോക്കാം. അവിടെ ആ ഒരു ബാക്ക് വോളിലായിട്ട് വുഡൻ ലൂവേഴ്സ് ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നടുക്കായിട്ട് LED ലൈറ്റ് മിറർ വരുന്നുണ്ട്. ശേഷം നമ്മുടെ വാഷ് ബേസിൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിലായിട്ട് ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വൈറ്റ് കളറിലാണ് കേട്ടോ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റെയറും ബെഡ്റൂം ഒക്കെ അവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനിയിപ്പോ നമ്മൾ അവിടുന്ന് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഡൈനിങ് ഹാളിന്റെ ഒക്കെ ആ ഒരു എൻട്രൻസിലായിട്ട് വുഡൻ തീമിൽ ഒരു പാനൽ വരുന്നുണ്ട്. ഇത് സിമന്റിൽ വാർത്തിട്ട് വുഡൻ തീമിൽ പെയിന്റിങ് ചെയ്തതാണ് കേട്ടോ. നമ്മളിതേ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു പാസേജ് വരുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ നേരെ കാണുന്ന തരത്തിലായിട്ട് ആ വോളിൽ ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് തന്നെയാണ് ക്ലോക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫോയറിന്റെ സീലിംഗിലായിട്ടും LED ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് 2ാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഹാളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സീലിംഗിലായിട്ട് ജസ്റ്റ് ഒരു ബോർഡർ വരുന്നുണ്ട്. അതിലായിട്ടും ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഈ ഒരു സ്പേസിലേക്ക് ഒതുങ്ങിയ തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് കേട്ടോ വരുന്നത്. ഏകദേശം 15,000 രൂപയാണ് ഈ ടേബിളിനായിട്ടുള്ളത്. നല്ല ക്വാളിറ്റി വുഡിൽ വരുന്ന ചെയറും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2300 രൂപ ഒന്നിനാവുന്നുണ്ട് കേട്ടോ. ഈ ഹാളിലേക്ക് വെന്റിലേഷൻ കിട്ടുന്ന തരത്തിൽ അവിടെ വോളിലായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോ കാണാം. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. നമ്മുടെ ഈ വീടിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇവിടെ ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണും ഒക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ ഡൈനിങ്ങിൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കിച്ചൺ കണ്ടതിന് ശേഷം നമ്മുടെ 2 ബെഡ്റൂംസും മുകളിലായിട്ട് ഒരു ഹോളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കാണാട്ടോ. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒത്തിരി ക്യാബിൻസ് ഒന്നും കുത്തി നടക്കാതെ നമുക്ക് ശ്വാസം മുട്ടിക്കുന്ന ആ ഒരു ഫീൽ ഒന്നും ഇല്ലാതെ നല്ല വൃത്തിയിൽ ചെയ്ത ഒരു കിച്ചൺ ആണ് കേട്ടോ ഇത്. ഇവിടെ വോളിലായിട്ടും അതുപോലെ നമ്മുടെ ഫ്ലോറിലൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വൈറ്റ് കളറിൽ ടൈൽ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല സ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ കയറി വരുമ്പോഴേ ഈ ഭാഗത്ത് നീളത്തിൽ ഇതേ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന്റെ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ദേ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സിങ്കിന്റെ സ്പേസ് വരുന്നുണ്ട്. ഒരു കുഞ്ഞു സിങ്കാണ്, വെള്ളം പുറത്തേക്ക് എടുക്കാത്ത രീതിക്ക് ബോർഡർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ദേ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഗ്യാസ് സ്റ്റവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വോളിലേക്ക് നോക്കിയാൽ വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു 3 ഡോർ വിൻഡോ കാണാട്ടോ. നമ്മുടെ റാക്കിന് താഴേക്ക് വരുമ്പോൾ ദാ ഇതുപോലെ ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ക്യാബിൻസ് ഞാൻ പറഞ്ഞ പോലെ നടക്കാതെ ഉള്ളത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ജസ്റ്റ് ഒരു വോൾ പാർട്ടീഷൻ കൊടുത്തിട്ട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കുഞ്ഞു സ്പേസിലാണ് കേട്ടോ ഈ ഒരു അടുപ്പ് വരുന്നത്. താഴെയായിട്ട് ഇതേ നമുക്ക് വിറക് വെക്കാവുന്ന രീതിക്ക് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ വോളിലൊക്കെ ആയിട്ട് വെന്റിലേഷൻ കിട്ടുന്ന തരത്തിൽ റെയിലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ തിരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു സ്പേസിലായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ആയിട്ട് ഇതാ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. അതിന് മുന്നായിട്ട് നമ്മൾ ദേ ഇവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് നമുക്ക് ക്യാബിൻസ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ സ്റ്റോർ റൂമിലേക്ക് വരുമ്പോൾ ദാ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റോർ റൂം ആണ് കേട്ടോ വരുന്നത്. ഇവിടെ ദേ താഴെ മുകളിലൊക്കെ ആയിട്ട് ഇതുപോലെ ക്യാബിൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നടുക്കായിട്ട് ഓപ്പൺ സ്റ്റോറേജും വരുന്നുണ്ട്. നമ്മുടെ കിച്ചണിൽ പുറത്തേക്ക് ജസ്റ്റ് ഒരു പാസേജ് വരുന്നുണ്ട് കേട്ടോ. അവിടെ ദേ എൻഡിലായിട്ട് റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിലായിട്ട് മാറ്റ് ടൈല് വരുന്നുണ്ട്. വോളും പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആയിട്ട് തന്നെ ആ ഒരു പ്ലേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ കിച്ചണിൽ അതേ തിരികെ വരുമ്പോൾ ഇവിടെ 2ാമത്തെ ബെഡ്റൂം നമുക്ക് ആദ്യം നോക്കാട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ ദേ ചുമരിനോട് ചേർന്ന് നമ്മുടെ ഫാമിലി റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡോർ തുറന്ന് വരുമ്പോഴേ നേരെ കാണുന്ന തരത്തിൽ ദേ ഈ വോളിലായിട്ട് പിങ്ക് ഷെയ്ഡിൽ പെയിന്റിംഗ് കൊടുത്തിട്ട് അതിലായിട്ട് വൈറ്റ് ലൈൻസ് ഒക്കെ വരുന്ന രീതിക്ക് ഒരു ഹൈലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വോളിലായിട്ട് ദേ ഒരു വിൻഡോ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഈ കർട്ടൻസ്. ഇനി ഈ ഭാഗത്ത് വോളിലായിട്ട് ഇതാ ഇതുപോലെ ബ്ലാക്ക് തീമിൽ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് ഇതേ ഒരു ഡ്രസ്സിംഗ് ഏരിയയും വരുന്നുണ്ട്. ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യത്തിൽ വരുന്ന ഈ ഒരു ബാത്റൂമിലായിട്ട് ഇതേ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിൽ മൊത്തത്തിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി 2ാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെയും ഈ ഒരു കോർണറിലായിട്ട് വുഡിന്റെ ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 വശത്തെ വോളിലായിട്ടും ദേ വിൻഡോസ് കാണാം. സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഈ കർട്ടൻസ്. ഇനി ഈ ഭാഗത്ത് വോളിലായിട്ട് ഇതാ വാർഡ്രോബ് വരുന്നുണ്ട്. റെഡിമെയ്ഡ് വാർഡ്രോബ് ആണ് കേട്ടോ. അതിൽ നടുക്കായിട്ടാണ് കേട്ടോ ആ ഒരു മിററിന്റെ സെറ്റിംഗ്സ് വന്നിട്ട്. ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അതൊന്ന് നോക്കില്ലേ. ഈ ബാത്റൂം വന്നിട്ടും അത്യാവശ്യം സൗകര്യത്തിലാണ് വരുന്നത്. ഷോവാള് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതേ നമ്മുടെ മുകളിലത്തെ വിശേഷങ്ങൾ നോക്കാം. അതിനായിട്ട് സ്റ്റെയർ ഒന്ന് ആദ്യം നോക്കിയല്ലേ. ഇവിടെ സ്റ്റെപ്പിന്റെ ബേസിലായിട്ട് ഇതേ ലെപ്പോദ്ര ഗ്രാനൈറ്റ് ആണ് വരുന്നത്. കൂടാതെ ആ ഒരു എഡ്ജിലേക്ക് വരുമ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ പ്രൊഫൈൽ ആയിട്ട് കൊടുത്തതുകൊണ്ട് ഹോളിൽ നിന്ന് നമ്മുടെ സ്റ്റെയറിനെ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഹാൻഡ് റെയിലിംഗിലേക്ക് വരുമ്പോൾ ജിയായില് വുഡ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി താഴേക്ക് വരുമ്പോൾ ഓപ്പൺ ആയിട്ടാണ്. അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെയർ ഏരിയയിലെ വോളിലായിട്ട് ഉള്ളിലേക്ക് പ്രകാശം കിട്ടുന്ന രീതിക്ക് ഒരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തുമ്പോൾ ഈ ഒരു എൻട്രൻസിന്റെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു റെയിലിംഗിന് പകരം ഇതുപോലെ ഒരു പാർട്ടീഷൻ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഹാളിലേക്ക് പ്രകാശം കിട്ടുന്ന തരത്തിൽ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് നമ്മുടെ എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ ഒരു റൗണ്ട് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. അതിലായിട്ടും ഇതുപോലെ റെയിലിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ മുകളിലായിട്ട് ഈ ഒരു ഹാള് കൂടാതെ ഒരു ബാത്റൂമും പുറത്തേക്ക് ഒരു ബാൽക്കണിയും ആണ് കേട്ടോ വരുന്നത്.
അപ്പോൾ ഈ ബാത്റൂം ഒന്ന് നോക്കുകയാണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട ബാത്റൂം ഒക്കെ പോലെ തന്നെ അതേ നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ കൊടുത്ത് നല്ല സൗകര്യത്തിൽ വരുന്ന ബാത്റൂമാണേ. ഇവിടെ ഇരിക്കാനായിട്ട് ജസ്റ്റ് ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനിയും വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ബാൽക്കണീൻ്റെ കറക്റ്റ് സെറ്റപ്പ് ഒക്കെ ഇവിടെ കൊണ്ടുവരാനായിട്ടുണ്ട്. എന്നാലും ഇതിപ്പോൾ എക്സ്റ്റീരിയറിലായാലും ഒത്തിരി ഭംഗിയാട്ടാ. അപ്പം എങ്ങനെയാ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ ഈ വീടിൻ്റെ ഹൗസ് ഓണേഴ്സിൻ്റെ ഐഡിയക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കറക്റ്റ് ഒരു പ്ലാൻ ഇല്ല, സോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 29 ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ വീട് മൊത്തത്തിൽ പണി കഴിപ്പിക്കാനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ വീട് ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.